Hi Sundaries! അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിൽ പോവാണ് ട്ടോ. നാളെ യൂട്യൂബിന്റെ ഇവന്റ് ഉണ്ട്. ഒരു ഷോർട്സ് കമ്മ്യൂണിറ്റിന്റെ ഒരു ഇവന്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ശരണ്യയുടെ അവിടേക്ക് പോണേ. അപ്പോൾ ഇറങ്ങാറായി, പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് റെഡി ആവാന്ന് വെച്ചാൽ ജസ്റ്റ് കാഷ്വലി പുറത്തേക്ക് സാധാരണ പോലെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അത്ര തന്നെ വേണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പാക്കിംഗ് ഒക്കെ ഒന്ന് റെഡി ആക്കണം. കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് ഈ നൈക്കയുടെ ഇവന്റ് കൊണ്ടുപോയില്ല, അത് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയി. ഇതേപോലെ കൊണ്ടുപോകുമ്പോൾ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ എനിക്ക് കൊണ്ടുവരാം, അതല്ലെങ്കിൽ ആകെ മൊത്തം കറവറാന്നാവും. അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മോർണിംഗ് റുട്ടീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സിറമാണ്, വിറ്റമിൻ സി സിറം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ഇതാണെങ്കിലും നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതായത് വിറ്റമിൻ സി സിറം, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, ഇത്ര മാത്രം യൂസ് ചെയ്താൽ മതി ഡെയിലി. പിന്നെ സൺസ്ക്രീൻ മാത്രം ഇടയ്ക്കൊന്ന് റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നല്ല റുട്ടീനാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ കൂടിയാണ്, സണ്ണെന്നുള്ള അതിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഈ ഐ ക്രീം യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഇപ്പോൾ. പിന്നെ നമുക്കിങ്ങനെ ഈ പഫിനെസ് ഇല്ലേ കണ്ണിൻ്റെ താഴെ, അത് ശരിക്കുണ്ടല്ലോ നന്നായിട്ട് ഉറങ്ങണം. 7 to 8 മണിക്കൂറെങ്കിലും 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് പറയുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു പരിധി വരെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ജനറ്റിക്കലി ഉള്ളവരുണ്ട്, പക്ഷെ എനിക്ക് ജനറ്റിക്കലി ഉള്ളതല്ല കേട്ടോ. ഞാനിങ്ങനെ ഉറങ്ങാണ്ട് വരുത്തി വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് എത്ര നോക്കിയിട്ട് 8 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം കിട്ടണില്ല. എനിക്ക് എപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് 8 മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതും നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് പലതും, അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമുക്കിനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിന് ഈ സ്നെയിൽ പവർ എസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇങ്ങനെ ഭയങ്കര ഒരു ഗ്ലിജ ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. വായിക്കൊക്കെ പോകണം. ഇത് സ്നെയിലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സെക്രീഷൻ എടുത്തിട്ടാണ്, പക്ഷെ അതിൻ്റെതായ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഉറപ്പ് വിചാരിക്കണ്ട, പിന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടല്ലേ. കുറേ പേര് ഇങ്ങനത്തെ ഫേഷ്യൽസ് ഒക്കെ ചെയ്യും. അത് റിയൽ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സ്നെയിലിനൊക്കെ മുഖത്ത് വെച്ച് അതിങ്ങനെ കുടുകൂടാന്ന് ഓടിപ്പോണ കാണാം. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇത് കുഴപ്പമില്ല, ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ഹൈപ്പിനനുസരിച്ചുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ആ രീതിക്ക് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സെക്കൻഡ് കൊടുക്കാം കേട്ടോ. എന്നും ലെയർ ചെയ്യണേക്കാട്ടിനും മുന്നേ ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊടുത്തിട്ട് അടുത്തത് ഇടുന്ന നല്ലത്, എന്നാലേ അത് അബ്സോർബ് ആവുള്ളൂ. ആദ്യം വിറ്റമിൻ സി ആണെങ്കിൽ അതെ, എന്നിട്ട് 2 സെക്കൻഡെങ്കിലും കൊടുക്കാം. എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് സൺസ്ക്രീൻ ഇടാം. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ താങ്ക് യു ഫാർമർ ഇല്ലേ, ഒരു കൊറിയൻ ബ്രാൻഡ്, അതിൻ്റെ അത്ര നല്ല സ്റ്റിക്ക് സൺസ്ക്രീൻ വേറെ ഇല്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് താരതമ്യേന കുറവാണ്, പക്ഷെ എന്നാലും ഭയങ്കര ഇൻഎക്സ്പെൻസീവ് എന്ന് പറയാനില്ല. ഇതൊരു 800 rupees ഉണ്ട് കേട്ടോ സെയിലിൻ്റെ സമയത്ത് മേടിക്കുമ്പോൾ. പക്ഷെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ എടുത്തിടാൻ, അപ്ലൈ ചെയ്യാനൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ഇത് ഭയങ്കര നല്ലതാണ്. ഇനി ഇത് നെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ തുടച്ചിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ വേറെ ആർക്കും ഷെയർ ചെയ്യാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇത് ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിനി സ്കിൻ കെയർ ഇതിൽ പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ യൂസ് ചെയ്ത സൺസ്ക്രീനും ഐ ക്രീമും ഒക്കെ ഇതിലിടാം കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് സ്കിൻ കെയറിൻ്റെ കുട്ടി ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഫേസ് വാഷ്, ഇത് എസ്റ്റീ ലോഡറിൻ്റെ, ഇത് ഞാൻ എന്തോ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ഇപ്പോൾ സാമ്പിൾ പീസസ് ഭയങ്കര കുട്ടി സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നല്ലതാണെങ്കിൽ ഞാൻ പുതിയത് എന്തായാലും മേടിക്കാൻ ഉദ്ദേശിക്കില്ല, കാരണം അത്ര വില കൂടിയതാണ്. ഇതാണ് ഞാൻ മേടിച്ചത് ശരിക്ക്, എസ്റ്റീ ലോഡറിൻ്റെ. ഇത് സോഫ്റ്റ് ക്രീമാണ് കേട്ടോ. ഇത്ര കുഞ്ഞി സാധനമാണ്. ഇതിന് നല്ല വിലയുണ്ട്. സ്വർണ്ണത്തിൻ്റെ വിലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വെച്ചു നമ്മൾ. ഇത് ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കഴുകി ക്ലീൻ ചെയ്യേണ്ട, നമുക്ക് കുറച്ച് ബ്രഷസ് മാത്രമല്ലേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഐ ഷാഡോ ഒക്കെ നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുക്കിയിട്ട് അടുത്തത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ബ്രഷസ് മാത്രമാണ് കൊണ്ടുപോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇടാം. അപ്പോൾ സ്കിൻ കെയറിനുള്ളതായി തോന്നും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ജ്വല്ലറി വെക്കാം കേട്ടോ. ഇത് റിങ്സ് ആണ്, ഇത് വെക്കാം. ഇത് മാലയും കമ്മല്, ഇതല്ല ഞാൻ ശരിക്കും ഇവന്റിന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവന്റിന് ഉദ്ദേശിച്ചത് വന്നിട്ട് എക്സ്ട്രാ കുറച്ച് ഇയറിങ്സും ഇതും വെക്കാം. അത് കൂടാണ്ട് കുറച്ച് ഓണത്തിന് പറ്റിയത് വെക്കണം. കാരണം ഞാൻ
ശരണ്യയുടെ കൂടെ ഒരു കൊളാബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. അതിന് മാത്രമുള്ള സമയം ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. ഇതിനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടി വരും. ഇല്ല, ഇതിൽ കൊള്ളു. അപ്പൊ ഇതിൽ തന്നെ വെക്കാം. അങ്ങനെ ഇത് ഇപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ഏട്ടനും ഇമ്മക്കുട്ടി ഇവിടെ തന്നെയല്ലേ. അപ്പൊ ഏട്ടനും ഇമ്മക്കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് ഇമ്മക്കുട്ടി എന്നെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇമ്മക്കുട്ടി ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ട്രെയിൻഡ് ലൈക്ക് ഏത് പ്ലാറ്റ്ഫോമാണ്, ഏത് കോച്ചാണ് എന്നൊക്കെ നോക്കിയൊക്കെ കുറച്ചൊക്കെ പൂർണ്ണമായിട്ടില്ല, കുറച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കയറ്റി വിട്ടു. ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു ഇമ്മക്കുട്ടിക്ക്. പിന്നെ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഫുഡ് വന്നു വിട്ടിട്ടുണ്ട് അമ്മ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് എത്തുട്ടോ. ഇപ്പോൾ തൃശ്ശൂർ ടു കൊച്ചി എന്ന് പറഞ്ഞാൽ അത്ര ട്രെയിനിൽ കയറിയിരുന്ന അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, പെട്ടെന്ന് എത്തും. അങ്ങനെ എത്തി. വലിയൊരു ബണ്ണക്കെട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് ഞാൻ കയറ്റി ഇറക്കി. ഇപ്പോൾ നമ്മൾ നെയിൽ ആർട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ പോണത്. ഞാൻ ട്രെയിൻ ഇറങ്ങി നേരെ നമ്മുടെ നെയിൽസ് ചെയ്യാൻ പോയിട്ടോ. എനിക്ക് ഉദ്ദേശിച്ചില്ല, ഇവിടെ ചെയ്തപ്പോൾ ഞാൻ കൂടെ പോയത്. നെയിൽസ് എന്ത് ഭംഗിയാന്നറിയാം കാണാനായിട്ട്. ചേച്ചിയോട് നോക്കി ക്യാച്ച് ചെയ്തിട്ട് ഇളകണം. ഇവിടെ പറഞ്ഞിട്ടോ ഞാൻ ചെയ്ത പക്ഷെ നല്ല രസമുണ്ട്. നമ്മളിവിടെ എന്താണ് റെസ്റ്റോറൻറ്റ് പേര്? ഗ്രീൻ സ്കൂൾ. ഇവിടെ ഉണ്ട്. വന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പക്ഷെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് നമ്മൾ പോകുന്നു. വീട്ടിൽ പോയി വേഗം ഇറങ്ങി നാളെ രാവിലെ നമ്മൾ എണീറ്റ് ഞങ്ങളുടെ രാവിലെ ഷൂട്ട് ചെയ്യും. ഞങ്ങൾ നല്ല കുട്ടികളായിട്ടൊരു സ്ഥലത്ത് പോകും. അതെ, കുറേ പേരെ കാണാൻ പറ്റും. നാളെ കുറേ പേരുണ്ടാവും. 200ഓളം ആൾക്കാർക്ക് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ അല്ല ഞാൻ പറഞ്ഞിട്ടാണ് ഇവന്റ് ഉണ്ട് നാളെ. വീണ്ടുമ്പോ മനസ്സിലായിട്ടുണ്ടാവും. അതാ ചേച്ചി. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് പുളിയുടെ ഇത്. എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഈ സാധനം പൊമഗ്രനേറ്റ് ഇപ്പം നമ്മൾ ജ്യൂസും പനീർ പൊറോട്ടയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സേഫ് പൂരി, പാനിപൂരി അതൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ശരണ്യയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവൾക്ക് ബാങ്ക്സ് വെട്ടണം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പാർലറിലും കൂടി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും സമയം തീർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ തന്നെ വെട്ടുകയാണ്. ഞാൻ പണ്ട് വെട്ടിയത് ഓർമ്മയുണ്ടോ? കൊളായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വെട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അയ്യോടാ ശുഞ്ചിരി. അങ്ങനെ നമ്മൾ ശരണ്യയുടെ വീട്ടിലെത്തി. എൻ്റെ ശബ്ദം ഏകദേശം പോയി കഴിഞ്ഞു. വർത്താനം പറഞ്ഞിട്ടാണ് തോന്നുന്നു. അയ്യോ എനിക്ക് തീരെ വയ്യടാ. ഞാൻ ഭയങ്കര ടയേർഡ് വന്നു. അപ്പോൾ നമുക്ക് ഇനി ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മൾ 2 വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, 2 കൊളാബ് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീക്കണം. നോക്കട്ടെ, ഞങ്ങൾ നേരത്തെ എണീക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരണ്യയുടെ അമ്മ ഇങ്ങനെ എൻ്റെ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. നോക്കാം എന്തായാലും. നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയണോണ്ടാ. എന്നിട്ട് അമ്മ പറയായിരുന്നു മോള് ചിലപ്പോൾ എനിക്കായിരിക്കും, ഞാൻ ചിലപ്പോൾ എനിക്കായിരിക്കും, പക്ഷെ അവളെ എനിക്കില്ല. പക്ഷെ അവളെ ഇങ്ങനെ കുത്തി പൊക്കി എണീപ്പിച്ച് നമുക്ക് വീഡിയോ ചെയ്യണം. പുതിയ നെയിൽസ് ചെയ്യുന്നതാ രസല്ലേ? ഹലോ, കുളിച്ചു നോക്ക് സുന്ദരി. ഞാൻ പറയാ അഴുക്കൊക്കെ പോയോ മുഖത്ത്. ഭയങ്കര തിളക്കം വെച്ചാൽ ഇങ്ങനെ ഒരു ജ്വാല ഉദിച്ചു നിൽക്കുന്ന പോലെ. എന്ത് നല്ല മണോ. നീ വല്ലപ്പോഴും കുളിക്കണോണ്ടല്ലേ? ഭയങ്കര വ്യത്യാസമാട്ടോ അവള് കുളിച്ചു കഴിഞ്ഞാ. ഭയങ്കര ഒരു ചേച്ചി അല്ല, ശരിക്കും നല്ലത്. അവള് ഭയങ്കര അടിപൊളി ഒരു വ്യത്യാസം. ഭയങ്കര മണോന്ന് അങ്ങനല്ല, നല്ല മണോ. മുഖത്ത് ഭയങ്കര തിളക്കാണ്. അതുകൊണ്ട് അവള് വല്ലപ്പോഴും കളയരുതല്ലോ അത്. അപ്പൊ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. അടിപൊളി ഇവന്റ് ആയിട്ട്. അതെ, പൊളിക്കാൻ എല്ലാവരും കൂടി. എല്ലാരെയും കാണാം. എല്ലാരും ഉണ്ടാവും. ഇത്ര കാലം കൂടിയിട്ടല്ലേ സത്യം. അത് കഴിഞ്ഞിട്ട് കൊറേ നാളെ, 1 വർഷം അടിപൊളിയാണ്. പൊളിക്കാം. അതെ,
Good night. Good morning. Good morning, Mario. Good morning. പനിയൊക്കെ വേണ്ട ഞങ്ങള് വളരെ നല്ല കുട്ടികളായിട്ട് 5:30 കേട്ടോ 5:30 മിനിറ്റ് 10 മിനിറ്റ് വർത്താനം പറഞ്ഞു പിന്നെ വർത്താനം പറഞ്ഞു പിന്നെ മാളിൽ പോയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി പിന്നെ ഡ്രസ്സൊക്കെ ഇവിടെ തേച്ച് വരിക അപ്പൊ അങ്ങനെ വിളിച്ച് ചായയൊക്കെ റെഡിയാക്കി തേച്ചൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കണം എന്നിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പൊ റെഡിയായി ഷരു പിന്നെ ആദ്യമേ പോയിട്ടോ അവൾക്ക് ആങ്കറിംഗ് ഒക്കെ ഉള്ള കാര്യം അപ്പൊ നമ്മള് മൂന്നാളമ്മ വരുന്നില്ലടാ അമ്മ മേക്കപ്പ് ചെയ്യാത്ത കാരണം കാണിക്കേണ്ടാന്ന് ഗ്ലാസസ് പ്രീമിയം സാധനമാണ് വില പറയണ്ട നമ്മള് യൂട്യൂബിന്റെ ഇവന്റിന് പോയി പൊളിക്കും അല്ലേ ഉണ്ണി ഒത്തിരി കാലത്തിന് ശേഷം ചേച്ചിയാണെങ്കിൽ പിന്നെ മലേഷ്യൻ എയർലൈൻസിലെ മീൻകാരിയുടെ പോലെ മറ്റേ ഗോവയിലത്തെ മീൻകാരി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സുകൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എല്ലാരും നീയാണ് എന്നെ കുഴി ചടിക്കണെന്ന് പറയുന്നത് ശരി നമുക്ക് പോവാം അങ്ങനെ നമ്മള് കാർത്തിയുടെ കാറിലാണ് കേട്ടോ പോണത് കത്തി ജ്വലിച്ച് അപ്പോൾ അവിടെ എത്തിയ ഉടനെ നമുക്കൊരു ബാൻഡ് കെട്ടിത്തരും അത് ഓരോ കളറിനനുസരിച്ച് അപ്പോൾ റെഡ് ആണെങ്കിൽ നമ്മൾ ക്രിയേറ്ററാണ് ഒരു ലാവൻഡർ കളർ കണ്ടില്ലേ അതിനർത്ഥം നമ്മൾ കൂടെ വരുന്ന ആൾക്ക് പിന്നെ ബ്ലാക്ക് ഉണ്ട് അത് ഇതിൻ്റെ മെയിൻ കോർഡിനേറ്ററിനൊക്കെ ശരണിക്കൊക്കെ ബ്ലാക്ക് ആയിരുന്നു അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഫുഡാണ് കേട്ടോ മെയിൻ ഫുഡൊക്കെ കഴിച്ച് ഗംഗ അടിപൊളിയായിട്ട് അവൾ ഫുൾ ടൈം എന്നുവെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് അവൾക്ക് ക്യാമറ നോക്കി എന്താ ചെയ്യണമെന്ന് കറക്റ്റ് അറിയാം മിടിക്കുക എന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മൾ യൂട്യൂബ് ഇവൻറ്റിന് നമ്മൾ കയറി ഇനി നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ ആദ്യം യൂട്യൂബ് നമ്മുടെ ഈ ഷോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പിന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറയില്ലേ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷൻ അതൊക്കെയാണ് ഉള്ളത് പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് പറയണത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇതിലേക്ക് വിളിച്ച് വന്ന് സംസാരിക്കാൻ പിന്നെ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ തിരഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുത്തിട്ടുള്ളവരെ അങ്ങനെയൊക്കെ അവരൊക്കെയാണ് കേട്ടോ പിന്നെ ദി ഡയമണ്ട് പ്ലേ ബട്ടൺ കണ്ടു ഐ എം സോ ഹാപ്പി ഫോർ ദം എന്താല്ലേ എന്തൊരു ഡൗൺ ടു എർത്താന്ന് അറിയാം ഇവരൊക്കെ ഭയങ്കര സോ ഗുഡ് അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അങ്ങനെ എത്ര ഹമ്പിളാവാന്നുള്ളത് കണ്ടുപിടിക്കുക ഇത് ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ജയിച്ചു ഫൈനൽ റൗണ്ടിൽ നമ്മൾ ജയിച്ചില്ല ഇതാണ് നമ്മുടെ ഷോർട്സ് ക്രിയേറ്റേഴ്സിന്റെ ബ്ലൂ പ്രിന്റ് ഇതൊന്നും അല്ലടാ ഒരു പാർട്ടി വേറെ എല്ലാരും ഒന്ന് അങ്ങോട്ട് നോക്കിയേ എന്താ ഈ കോസ്റ്റ്യൂമിൽ ശരിക്കും മീറ്റപ്പിൽ വന്നോ മീറ്റപ്പിൽ മാറുന്ന സ്ഥലമുണ്ട് അതിന് പോണം ഇപ്പോൾ നമ്മൾ കണ്ടതേ നമ്മൾ അവതരിപ്പിച്ചൊരു സ്കിറ്റാണ് കേട്ടോ അങ്ങനെ ഒരു 5-6 ടീം ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി 5-6 10 ടീം ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി അവതരിപ്പിച്ച സ്കിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ശേഷം സമ്മാനം കിട്ടിയില്ല കേട്ടോ പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഓരോ മിമിക്രി പോലെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവൻ്റെയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഗുഡി ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഗുഡി ബാഗല്ല ഗുഡി ബോക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരേ അവിടെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അയ്യോ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു സോ നൈസ് നമ്മൾ ഐശ്വര്യൊക്കെ എനിക്ക് തോന്നുന്നു ഐശ്വര്യൊക്കെ കുറേ നാളിന് ശേഷം മലപ്പുറം ഇവന്റിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല ഇപ്പോൾ പിന്നെ ഞാൻ നാട്ടിലുള്ള കാരണം ശരണിയും ഉണ്ണിയും ഗംഗയും സ്ഥിരമായിട്ട് കാണും എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണും അങ്ങനെ പക്ഷേ ഇങ്ങനെ കുറേ നാൾ കൂടി കണ്ടവരുണ്ട് മലപ്പുറം ഇവൻറ്റിന് കണ്ടിട്ട് പിന്നെ കാണാണ്ട് പിന്നെ ഒരുപാട് പേരെ കണ്ടു കേട്ടോ നല്ലതായിരുന്നു ഭയങ്കര രസമായിരുന്നു കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു ഷസാമിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്
പിന്നെ എനിക്ക് ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ തന്നെ അറിയില്ല, ഇവരാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നു. ഇത് എന്തായാലും ഇങ്ങനെ സ്ലോ മോയിൽ, ഞാൻ അതായത് ഇങ്ങനെ സ്ലോ മോയിൽ എടുത്തത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ തൊണ്ടയ്ക്ക് അത്ര സുഖമില്ല, എന്നിട്ട് പോലും ഞാൻ കഴിച്ചു കുറച്ച്. എന്നാലും അത് കുറച്ച് കൂട്ടി തൊണ്ടയുടെ പ്രശ്നം. ഇനിയിപ്പോൾ എന്തായാലും ഡോക്ടറെ അടുത്ത് പോകാണ്ട് നിവർത്തിയില്ല. ശബ്ദമൊക്കെ പോയി മൊത്തത്തിൽ. പക്ഷെ എന്ത് ടേസ്റ്റാണെന്നറിയോ, എന്ത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആള് ഷസാമിൻ്റെ ചേട്ടൻ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം അങ്ങനെ അടിപൊളി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നല്ല ടയർഡായി. ചിലപ്പോ സാധ്യതയുണ്ട്, അത്ര ശുദ്ധസംഗീതം ആയതുകൊണ്ട് നമ്മളൊന്ന് അടിച്ചു പൊളിച്ചു, നമ്മളൊന്ന് പൊളിച്ചു. ബൈ ബൈ. ആ പറഞ്ഞു തന്നെ. ബൈ സുന്ദരന്മാരെ. നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുടി ബാഗാണ് കേട്ടോ. അയ്യോ, ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. യൂട്യൂബ് ഷോർട്സിൻ്റെ ആക്ച്വലി ചാർജ് ചെയ്ത് ഇതാക്കുന്നതാണ്. പിന്നെ ഒരു ബാഗ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ തരേണ്ട ആവശ്യം ഇത്ര തന്നെ. അടിപൊളിയല്ലേ? അയ്യോ, എൻ്റെ ശബ്ദമൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊണ്ട അതുകൊണ്ടല്ല കേട്ടോ, ഓൾറെഡി എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലായിരുന്നു. അയ്യോടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല കേട്ടോ, ഭയങ്കര നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്കിനി കുറേ കൂടി ഷോർട്സും ഒക്കെ വരുന്നുണ്ട്. അസ്വി മലയാളത്തിലും വീഡിയോസ് നോക്കണേ. അപ്പോൾ വ്ളോഗ്സ് അസ്വി വ്ളോഗ്സ് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ലവ് യു.